അപ്പം ഞാൻ ചെന്ന് നോക്കിയപ്പോൾ എൻ്റെ അടുത്ത് പറയുന്നത് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞു, ഇത് നിങ്ങളുടെ ആണോ നോക്കാം. ഞാൻ നോക്കിയപ്പോൾ കാണാം മുഖമൊക്കെ ഞാൻ ആദ്യമേ പറഞ്ഞു എൻ്റെ അല്ലെന്ന് പറഞ്ഞു, ഒരു 80 വയസ്സ് പ്രായമുള്ള ഒരു തള്ളയുടെ മാതിരി രൂപം. പക്ഷെ കൈകാല് കണ്ടപ്പം അടയാളമൊക്കെ വെച്ചപ്പോൾ നമ്മുടെ ആളാ. അങ്ങനെ ഞാൻ അവിടെ വെച്ച് സ്ഥിരീകരിച്ച് അവനുള്ള കാര്യങ്ങളൊന്നും കഴിഞ്ഞാൽ അതെങ്ങനെ രാവിലെ അവിടെ കുളിക്കുകയല്ലായിരുന്നു? അതെങ്ങനെ അത് ശരിയാവുന്നത്? അവിടെ വന്ന ആൾക്കാരുടെ മൊഴികളുണ്ടല്ലോ, അവിടെ കിടന്ന ആൾക്കാരുടെ. അവര് പറഞ്ഞത് നിങ്ങളൊക്കെ ചാനലുകാരൊക്കെ കണ്ടില്ലയോ? എന്നാ പറഞ്ഞേ? അവിടെ അന്നും കുളിച്ചതാ, അവിടെ ട്രീറ്റ്മെന്റ് നടത്തിയതാ, ആ വാർഡ് ഉപയോഗിച്ചതുവാ. അപ്പൊ പിന്നെ അവര് പറയുന്നതിനകത്ത് എന്നാ കാര്യമുണ്ട്? ഉപയോഗിക്കുന്ന കെട്ടിടം ഒരു 10-15 ബെഡും ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഉപയോഗിക്കുന്ന കെട്ടിടം തന്നെ ആയിരുന്നത്. ഞങ്ങൾ 1-ാം തീയതി ചെല്ലുമ്പോ അവിടെ ആളുണ്ടായിരുന്നു. ഞങ്ങളെ അവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കില്ലയോ? കെട്ടിടത്തിൽ ബാത്റൂം ഉപയോഗിച്ചോണ്ടിരിക്കുകയായിരുന്നു. രാവിലെ കുളിയൊക്കെ അവിടെ ചെയ്യും. എനിക്ക് പറ്റത്തില്ല, ലേഡീസാ. അപ്പൊ വാർഡ് പിന്നെ വനിതാ വാർഡായതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല. ഞാൻ പുറത്താണ് ഇതെല്ലാം കഴിയുന്നത്. ഭാര്യയും മക്കളും ഒക്കെ അതിനകത്ത്. അവിടെ ഉണ്ട്, ഒന്നും പറഞ്ഞില്ല. അവിടെ നിരന്തരം അവിടെ വന്ന് ഡോക്ടർ റൗണ്ടിന് വരികയൊക്കെ ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലത്, ആ ഭാഗം, ആ വാർഡ്. അവിടെ ഏത് സമയത്തും ആളുണ്ട്. ചെരുപ്പിട്ട് കയറത്തിൽ ഐസിയു മാതിരി അങ്ങനെയുള്ള ഒരു വാർഡാ അത്. അവിടെ രാവിലെ ഈ പറയുന്ന രീതിയിൽ ബാത്റൂമിലൊക്കെ പോയി ആൾക്കാർ കുളിക്കുകയും നനയ്ക്കുകയൊക്കെ ചെയ്യുന്നതാ. അങ്ങനെയുള്ള ഒരു സ്ഥലമായിരുന്നത്. അല്ല, ഇവരിത് പറഞ്ഞത് അവിടെ അങ്ങനെ ഉപയോഗിച്ചില്ല, വേസ്റ്റ് ഇടുന്നതാണ് ഈ ബാത്റൂം. അത് ശരിയല്ലല്ലോ, നിങ്ങൾക്കറിയാവുന്നല്ലോ. നിങ്ങൾ ആ റിപ്പോർട്ടൊക്കെ പിടിച്ചില്ലയോ? അവിടെ ഉള്ള ആൾക്കാരുടെ, വാർഡിൽ കിടന്ന ആൾക്കാരുടെ റിപ്പോർട്ട് നിങ്ങൾ പിടിച്ചില്ലയോ? അത് ഉപയോഗിക്കുന്ന അവിടെ കിടന്ന ആൾക്കാരുണ്ട്. ആ ബെഡിൽ കിടന്ന ഏതാണ്ട് 10-15 ആൾക്കാർ, വയ്യാത്ത ആൾക്കാർ, ഓപ്പറേഷൻ ചെയ്തവരുണ്ട്, ചെയ്യാത്ത ആൾക്കാരുണ്ട്, ഒക്കെയുണ്ട്. രാവിലെ എന്റെ മോളും രാവിലെ അവിടെ എന്റെ ഭാര്യ കൊണ്ട് കുളിപ്പിച്ചയാ. എന്റെ മോളെ അവിടെ തന്നെ ആ ബാത്റൂമിൽ തന്നെ എന്റെ ഭാര്യയെ കൊണ്ട് കുളിപ്പിച്ച്. ഞാൻ ചെല്ലുമ്പോൾ ഞാൻ പുറത്താ കിടക്കുന്നത്, എന്നെ വിളിക്കുകയായിരുന്നു. ഞാൻ ചെല്ലുമ്പം ഇവര് കുളിച്ചൊക്കെ റെഡിയാക്കി മോളെ കുളിപ്പിച്ചിട്ട് ഇവളും കുളിച്ചിരിക്കുക. എന്റെ ഭാര്യ അന്നൊന്നും മരിച്ചിട്ടില്ല. ഇത് 11-10 എനിക്കറിയത്തില്ല സമയം. ആ സമയത്ത് അങ്ങനെയല്ലേ ഇത് ഇടിയുന്നത്. അപ്പൊ രാവിലെ ഇതെല്ലാം കുളിച്ച് നല്ല കൃത്യമായിട്ട് നിൽക്കുക. അത് ഉപയോഗിച്ചിട്ടില്ല, അത് ആ വാർഡ് നമ്മൾ എടുത്തിട്ടില്ലെന്നൊക്കെ പറയുമ്പം ആരെ പറ്റിക്കാനത്? എവിടെ? ആ ബിന്ദു മാത്രമല്ല, ആ വാർഡിൽ കിടക്കുന്നതിന് മൊത്തം ആ ബാത്റൂമാണ് ഉപയോഗിക്കുന്നത്. 10-15 പേര് കിടക്കുന്ന ബെഡുള്ളത് ഒരു വാർഡില് ഉപയോഗിക്കുന്ന ബാത്റൂം അവർക്കുള്ളതാണ്. ഒന്നും സംസാരിച്ചില്ല. ഞങ്ങളുടെ അടുത്ത് മന്ത്രി തലത്തിലോ അവിടുത്തെ ഉദ്യോഗസ്ഥ തലത്തിലോ ഒന്നും ഞങ്ങളുടെ എന്റെ അടുത്തൊന്നും ഇല്ലില്ല. അവിടെ MLA വന്ന്, അത് അവിടെയും വന്ന്, ആശ വൈക്കം. പിന്നെ പോയിട്ട് ചാണ്ടിയമ്മന വന്നേ. ആദ്യം ചാണ്ടിയമ്മ വന്ന്, പിന്നെ വാസവ സാറൊക്കെ വന്ന്. ഞാനത് അന്നേരം എനിക്ക് ടെൻഷൻ, ഒറ്റയ്ക്ക് എനിക്ക് അതിനോട് പോകാൻ പറ്റത്തില്ല. പിന്നെ തിരുവനന്തപുരം രാധാകൃഷ്ണൻ ഉണ്ടായ സാറുണ്ടായിരുന്നു. പിന്നെ ഒന്നുമില്ല. അങ്ങനെയുള്ളവര് നമുക്ക് അങ്ങനെ ഒരു ആശ്വാസ വാക്ക് ഇവരെ ഉണ്ടായിട്ട് തന്നിട്ടില്ല. ഒന്നും പറ്റത്തില്ല. ഞാൻ സർക്കാരിന്റെ ഭാഗത്ത് എന്താന്ന് വെച്ചാൽ അവര് ചെയ്യട്ടെ. ഞാൻ അതിനെ ബലം പിടിക്കാനൊന്നും ഞാൻ പോകുന്നില്ല. ഇപ്പൊ കണ്ടില്ലേ, നിങ്ങൾ കണ്ടല്ലോ ഈ വീടിന്റെ പരിസരവും കാര്യങ്ങളും കണ്ടോ. പിള്ളേരുടെ കാര്യം, 2 പിള്ളേരുടെ കാര്യം അധോഗതിയായി. എനിക്കതേ പറയാനുള്ളൂ. എനിക്ക് വല്ലപ്പോഴും ഒക്കെ ഉള്ള പരിപാടി. ഞാൻ പറഞ്ഞില്ലേ, അവളുടെ ഒരു ജീവിതത്തിൽ അവളാണ് ഈ തള്ളി നീക്കിയത്. ഞാൻ അതിന്റെ ഭാഗം മാത്രമേ ഉള്ളൂ. എന്റെ ഭാര്യയാണ് ഇത് തള്ളി നീക്കി പിള്ളേരെ ഈ പരുവത്തിലാക്കി. നേഴ്സിംഗ് പഠിപ്പിക്കാൻ ഒറ്റ കാരണം എന്റെ ഭാര്യ ബിന്ദുവാ. ഇല്ലാത്ത പൈസ മുടക്കി ഇതൊക്കെ ഒപ്പിച്ചതും എന്റെ ഭാര്യ തന്നെ. ഈ ലോണിനൊക്കെ പോയി കഷ്ടപ്പെടുകയും വഴിയും പോയി ഒക്കെ ചെയ്യുന്നത് എന്റെ ഭാര്യ തന്നെ. എല്ലാം അവള് തന്നെ. ഞാൻ ഒരാള് മാത്രമേ ഉള്ളൂ അവിടെ. അത് അവരിന്നലെ വന്നവർ പറഞ്ഞ് മകളുടെ ചികിത്സ നമ്മുടെ ഇഷ്ടപ്രകാരം മെഡിക്കൽ കോളേജുകാർ നടത്താമെന്നാ പറഞ്ഞ്, ഓപ്പറേഷൻ. ബാക്കിയുള്ള കാര്യങ്ങൾ അവര് കൂടി ആലോചിച്ച് ചെയ്യാന്ന ഇവിടെ അവരുടെ പാർട്ടി എന്ന് പറഞ്ഞത് വന്നായിരുന്നു അവര്. എന്തായാലും ചികിത്സാ കാര്യങ്ങൾ അവര് മെഡിക്കൽ കോളേജുമായിട്ട് എത്രയും പെട്ടെന്ന് നടത്താം. അത് എന്റെ സൗകര്യത്തിന്, നമ്മുടെ സൗകര്യത്തിന് നടത്താമെന്ന് അവർ പറഞ്ഞു. എപ്പോൾ വേണമെങ്കിലും നടത്താം. കടങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, നിലവിൽ 50 ഉണ്ട്. അത് പല വഴിക്ക് 50. അത് 50 എന്ന് പറയുന്ന കൊച്ചിനെയും ചെറുക്കനെയും പഠിപ്പിച്ചല്ലോ. ഇത് ബാങ്കിൽ വായ്പ 5 ലക്ഷമാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ അങ്ങോട്ട് എല്ലാ സ്വർണ്ണമൊക്കെ ഇതിന് എനിക്ക് കൃത്യമായിട്ട് രേഖ പറയാറ്. ഇതെല്ലാം പ്രമാണമൊക്കെ ഇരിപ്പുണ്ട്. അങ്ങനെയാണ് ഇത് നീക്കിക്കൊണ്ടിരുന്നത്. എല്ലാം നോക്കിയിരുന്ന അവള് തന്നെ. എല്ലാം നോക്കിയത്, ഈ വീട് നോക്കിയത് അവള് തന്നെ. അമ്മയൊക്കെ ഉണ്ടല്ലോ, ഞങ്ങൾ പ്രായം അമ്മ ഇരിക്കുക. അതിനെല്ലാം ഞങ്ങൾ തരണം ചെയ്ത ബിന്ദു തന്നെ. വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് കുടുംബമുള്ളത്. കാരണം പിന്നെ പോയിട്ട് 250 രൂപയാണ് അതിന് വരുമാനം കിട്ടുന്നത്. ഈ 250 രൂപത്താണ് ഇതെല്ലാം ഒപ്പിക്കുന്നത്. എനിക്ക് ഇടയ്ക്ക് വാസവും വരും, എന്റെ അമ്മയ്ക്ക് വരും ഒക്കെ ഇതിനകത്ത്. നിങ്ങൾ കണ്ടില്ലേ ആ വീട് കണ്ടോ കിടക്കുന്നത്? പഞ്ചായത്തിൽ നിന്ന് കിട്ടിയെന്ന് 2.5 സെന്റ് വസ്തുവുള്ളത്.
തീർച്ചയായും അവരുടെ അങ്ങനെയുള്ള ആൾക്കാരെ കയറ്റി കിടത്തരുതെന്നാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. നാളെ മറ്റുള്ള ആൾക്കാർക്ക് ഇത് ഉണ്ടാവരുത്. ഇപ്പൊ ഞാൻ കരയുന്നതുകൊണ്ട് തന്നെ വേറൊരു അച്ഛൻ്റെ ഇരുന്ന് കരയത്തില്ലയോ, അല്ലെങ്കിൽ ഒരു അമ്മ ഇരുന്ന് കരയത്തില്ല അല്ലയോ? നമ്മൾ അങ്ങനെ മനുഷ്യ സ്നേഹികളാണെങ്കിൽ അങ്ങനെ തന്നെയൊക്കെ ചിന്തിക്കത്തുള്ളൂ. നാളെ ആർക്കൊന്നും ഉണ്ടാവരുത്. ഞാൻ അവിടെ വെച്ച് മെഡിക്കൽ കോളേജ് വെച്ച് റിപ്പോർട്ട് ചാനലിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞത് തന്നെ, നാളെ ഇങ്ങനെ ആർക്കും ഉണ്ടാവരുത്, ഞങ്ങളുടെ കാര്യം പോട്ട്. ഇത് പറ്റിപ്പോയി, ഇനിയിപ്പോൾ എന്നാ ചെയ്യും? ഇനി വല്ലവരെയും നമ്മൾ കുറ്റം പറഞ്ഞ മന്ത്രിയോ അല്ലെങ്കിൽ ആശുപത്രിക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അനാസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് കൃത്യമായിട്ട് അവിടെ ഒരു വണ്ടി വരാനുള്ള സൗകര്യം ഇല്ലായിരുന്നു, അത് ശരിയാണ്. അവിടെ വരുന്ന JCB വരണ സ്ലാബ് മാറ്റണമെങ്കിൽ അവിടെ അങ്ങനെ റാമ്പിലിരിക്കുക, നിങ്ങൾക്കറിയാമല്ലോ, അതിൻ്റെ റാമ്പിലായിരിക്കുന്നത്. അപ്പം അവിടെ കയറാൻ പാടാ. പിന്നെ ആരാണ്ട് പറഞ്ഞതനുസരിച്ച് അതിൻ്റെ അടിക്ക് ആളുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് പിന്നെ JCB വന്ന ആളൊക്കെ വന്ന് കുത്തി നോക്കിയിട്ട് അങ്ങനെ എടുത്തത്. എനിക്കറിയത്തില്ലായിരുന്നു അപ്പോഴും ഇതിൻ്റെ അടിയിൽ ആളുണ്ടെന്നുള്ള കാര്യം. ഞാൻ വിചാരിച്ച് ഇത് ഇറങ്ങി ഓടി ഈ വാർഡിൽ കിടന്ന ആൾക്കാർ ഓടിയ കൂടത്ത് എൻ്റെ ഭാര്യ ഓടിയെന്നാണ് ഞാൻ വിചാരിച്ചത്. മിസ്സായെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. ഞാൻ പരക്കം മാഞ്ഞു കിടക്കി, എനിക്കറിയത്തില്ലായിരുന്നു ഇവിടെ ഈ സ്ലാബിൻ്റെ അടി വളരെ ജീവശവമായിട്ട് എന്ത് വേദന സഹിച്ചാണ് അവിടെ കിടക്കുന്നത്. നാളെ ഇങ്ങനെ ആർക്കും ഉണ്ടാവരുത്. അതിന് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്കൊരു സപ്പോർട്ട് ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ഇപ്പോൾ ചാനലുകാരെടുത്ത് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങളെല്ലാവരും കൂടി ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണം. അത് ഗവൺമെൻറ്റുമായിട്ടാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. ഇപ്പോൾ ഇതാ എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കുകൾ നമ്മൾ കേട്ടു. കാരണം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു അനാസ്ഥ തന്നെയാണ് ഈ ഒരു അപകടത്തിന് കാരണം രക്ഷാപ്രവർത്തനം കൃത്യമായി നടത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ജീവൻ രക്ഷിക്കാമായിരുന്നു. 2.5 മണിക്കൂർ നേരം ആ ഒരു കെട്ടിടത്തിനടിയിൽ ബിന്ദു കുടുങ്ങിക്കിടന്നതാണ് ഈ മരണകാരണമെന്നാണ് ഇപ്പോൾ ബിന്ദുവിന്റെ ഭർത്താവ് വ്യക്തമാക്കിയിരിക്കുന്നത്. നമുക്കറിയാം സർക്കാരിന്റെ ഭാഗത്തൊരു കൃത്യമായ ഒരു ഇടപെടൽ ഇനിയെങ്കിലും ഉണ്ടാകണമെന്നൊരു ആവശ്യമാണ് കുടുംബം നേരത്തെ അറിയിച്ചത്. കാരണം മകളുടെ ചികിത്സാ ചെലവ്, അതോടൊപ്പം തന്നെ തുടർന്നുള്ള കാര്യങ്ങൾ, ലോൺ അടക്കമുള്ള കാര്യങ്ങളൊക്കെ എടുത്തത്. അതുകൊണ്ട് കൃത്യമായ സാമ്പത്തിക സഹായം നൽകണമെന്നൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു. മാത്രമല്ല മെഡിക്കൽ കോളേജ് തുടർ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷേ അതല്ല ഇനി കുടുംബത്തിന്റെ ഒരു സൗകര്യാർത്ഥം നടത്തി തരാമെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബിന്ദുവിന്റെ വീട്ടിലെ ദൃശ്യമാണ്. ഈ കാണുന്നതാണ് ബിന്ദുവിന്റെ വീട്. കുടുംബത്തിന്റെ അല്ലെങ്കിൽ ഈ വീട്ടിന്റെ തണലും താങ്ങുമായിരുന്നു ബിന്ദു. 2 മക്കളെയും ലോൺ എടുത്ത് വിദ്യാഭ്യാസം പൂർത്തിയാക്കി. മാത്രമല്ല നാട്ടുകാർക്കെല്ലാം കോട്ടയം തലയോലപ്പറമ്പിലെ ബിന്ദുവിന്റെ വീട്ടിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നൊരു